കോഴിക്കോട് കോടഞ്ചേരിയിലെ എയ്ഡഡ് സ്കൂൾ അധ്യാപികയുടെ മരണത്തിൽ വിശദീകരണവുമായി എത്തിയിരിക്കുകയാണ് താമരശ്ശേരി അതിരൂപത കോർപ്പറേറ്റ് മാനേജ്മെന്റ്. നിയമനത്തിനായി പണം വാങ്ങിയിട്ടില്ല എന്ന് രൂപത പറയുന്നു. ഭിന്നശേഷി സംവരണത്തിലെ സാങ്കേതിക തടസ്സമാണ് സ്ഥിര നിയമനം ലഭിക്കാൻ തടസ്സമായത്. മാനേജ്മെന്റ് താൽക്കാലിക ധനസഹായം നൽകിയിരുന്നു എന്നും അവകാശപ്പെടുന്നു രൂപത. അതേസമയം ജീവനൊടുക്കിയ അലീന ബെന്നിയുടെ പോസ്റ്റ്മോർട്ടം നടപടികൾ ഇന്ന് നടക്കും. 13 ലക്ഷം രൂപ അലീന ബെന്നി LP സ്കൂളിൽ ജോലിക്ക് കയറുന്നതിനായി രൂപത മാനേജ്മെന്റിന് നൽകി എന്നാണ് ബന്ധുക്കളുടെ പരാതി, കുടുംബത്തിന്റെ പരാതി. പക്ഷേ ഇല്ലാത്ത വേക്കൻസിയുടെ പേരിലാണ് ഈ പണം വാങ്ങിച്ചതെന്ന് കൂടി കുടുംബം ആരോപിക്കുന്നു. അതിനുശേഷം 2 സ്കൂളുകളിലായി 6 വർഷത്തോളം ജോലി ചെയ്യേണ്ടി വന്നു. പക്ഷേ നിയമനം സ്ഥിരപ്പെടുത്തി നൽകിയില്ല. വേതനമുണ്ടായിരുന്നില്ല. ആനുകൂല്യങ്ങളും വേതനവുമില്ലാതെ ജോലി ചെയ്യണം എന്ന് എഴുതി വാങ്ങിയിരുന്നു അലീനയുടെ കയ്യിൽ നിന്ന് മാനേജ്മെന്റ് എന്നുള്ള പരാതിയും കുടുംബത്തിന്റെ ഭാഗത്തു നിന്നുണ്ട്. അതുകൊണ്ട് വേതനമില്ലാതെയാണ് ഇത്രകാലം ജോലി ചെയ്തത്. ഒടുവിൽ അവിടെയുള്ള അധ്യാപകരുടെ വേതനത്തിൽ നിന്ന് പിരിവെടുത്താണ് അലീനയ്ക്ക് നൽകിയിരുന്നത്. അത്രയേറെ ബുദ്ധിമുട്ടിലാണ് അലീന ബെന്നി കഴിഞ്ഞിരുന്നത് എന്നാണ് പറയപ്പെടുന്നത്. ഒടുവിൽ ഇതിലൊരു പരിഹാരവുമില്ല എന്ന് കാണുന്ന അവസ്ഥയിൽ കൂടിയാണ് സ്വന്തം വീട്ടിൽ തൂങ്ങി മരിക്കുന്ന ഒരു ഘട്ടത്തിലേക്ക് അലീന കടന്നിരിക്കുന്നത്. ഇന്ന് പോസ്റ്റ്മോർട്ടം നടപടികളുണ്ട്. അപ്പോഴാണ് അതിരൂപത മാനേജ്മെന്റ് വിശദീകരണ കുറിപ്പുമായി വന്നിരിക്കുന്നത്. ഇതിൽ സംഭവിച്ചത് ഭിന്നശേഷി സംവരണത്തിന്റെ സാങ്കേതിക തടസ്സം കൊണ്ടാണ് സ്ഥിര നിയമനം കൊടുക്കാൻ കഴിയാതിരുന്നെന്ന് പറയുന്നു. ഒപ്പം താൽക്കാലിക സഹായം നൽകിയിരുന്നു. അതായത് ശമ്പളമേ ഉണ്ടായിരുന്നില്ല എന്ന് പറയുന്നത് താൽക്കാലിക സഹായം നൽകിയിരുന്നു. MS അനീഷ് കുമാർ ചേരുന്നു. അനീഷ്, വലിയ തരത്തിലുള്ള ആരോപണങ്ങളും പരാതികളും ബന്ധുക്കളുടെ ഭാഗത്തു നിന്ന് ഈ താമരശ്ശേരി അതിരൂപത ഇത് മുഴുവൻ നിഷേധിച്ചുകൊണ്ടാണോ ഈ വിശദീകരണ കുറിപ്പ് ഇറക്കിയിരിക്കുന്നത്? സാങ്കേതികമായ തടസ്സങ്ങളാണ് ഇത്തരത്തിൽ അലീനയ്ക്ക് നിയമനം നൽകുന്നതിൽ തടസ്സം വന്നത്. പക്ഷേ അതിനുള്ള ശ്രമങ്ങൾ രൂപതയുടെ ഭാഗത്തുനിന്നും നടത്തിയിരുന്നു. ഒപ്പം ഈ നിയമനവുമായി ബന്ധപ്പെട്ട് 1 രൂപ പോലും സംഭാവനയായി കൈപ്പറ്റിയിരുന്നില്ല എന്നും പറയുന്നു. പക്ഷേ കുടുംബം അച്ഛനോടൊക്കെ നമ്മൾ സംസാരിച്ചപ്പോൾ പറഞ്ഞത് 13 ലക്ഷം രൂപയാണ് ഇത്തരത്തിലൊരു നിയമനത്തിനായി നൽകിയത്. നമ്മൾ അന്വേഷണം കൂടുതൽ നടത്തിയപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത് ആദ്യം ജോലി ചെയ്ത കട്ടിപ്പാറ സ്കൂളിലെ ഒരു ലീവ് വേക്കൻസിയിലാണ് ആദ്യം ഈ അധ്യാപിക ജോലിയിൽ പ്രവേശിച്ചത്. ആ ലീവിൽ പോയ അധ്യാപിക വിദേശത്തേക്ക് പോവുകയും പിന്നീട് താൻ ജോലിക്ക് എത്തില്ല എന്ന് അറിയിക്കുകയും ചെയ്തു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് 13 ലക്ഷം രൂപ ഈ കുടുംബത്തിൽ നിന്നും വാങ്ങുകയും ഈ ലീവ് വേക്കൻസിയിൽ ജോലി നൽകാമെന്ന് പറയുകയും ചെയ്തു. പക്ഷേ ഏതാനും മാസങ്ങൾ കഴിഞ്ഞപ്പോൾ അല്ലെങ്കിൽ ഏതാനും ദിവസങ്ങൾ കഴിഞ്ഞപ്പോഴേക്കും ഈ വിദേശത്ത് പോയ അധ്യാപിക ഈ അവധി ക്യാൻസൽ ചെയ്യുകയും താൻ തിരികെ ജോലിയിൽ പ്രവേശിക്കുമെന്ന് പറയുകയും ചെയ്തു. അപ്പോൾ ആ തസ്തികയിലേക്ക് വീണ്ടും ഒരു അധ്യാപികയെ നിയമിക്കാൻ കഴിയാത്ത അവസ്ഥയിലേക്ക് മാനേജ്മെന്റ് എത്തുകയായിരുന്നു. പിന്നീടാണ് കോടഞ്ചേരിയിലെ സെന്റ് ജോസഫ് LP സ്കൂളിലേക്ക് അധ്യാപിക മാറ്റുകയും അവിടെ തസ്തിക നിർമ്മിക്കാം എന്ന ഒരു ഉറപ്പ് നൽകുകയും ചെയ്ത് അവിടെയും എത്തി 1 വർഷമായി ജോലി നോക്കി വരികയാണെങ്കിൽ പോലും തസ്തിക സൃഷ്ടിക്കാൻ കഴിഞ്ഞിരുന്നില്ല. ഇതുമായി ബന്ധപ്പെട്ട എഴുത്തുകുത്തുകൾ നടത്തിക്കൊണ്ടിരിക്കുന്നു എന്നാണ് മാനേജ്മെന്റ് വ്യക്തമാക്കിയത്. എന്തായാലും ഈ 6 വർഷത്തോളം സ്ഥിരമായ ഒരു ശമ്പളം ഈ അധ്യാപികയ്ക്ക് ലഭിച്ചിരുന്നില്ല എന്നതാണ് ഏറെ സങ്കടകരം. ഈ വണ്ടിക്കൂലിക്ക് പോലും മറ്റ് സഹപ്രവർത്തകരിൽ നിന്നും പണം വാങ്ങി ഈ ജോലിക്ക് പോകേണ്ട ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നു. പലപ്പോഴും ഈ സഹപ്രവർത്തകരായ ആളുകൾ പിരിവിട്ടൊരു തുക പോലും സഹായമായി നൽകിയിരുന്ന ഒരു സാഹചര്യമുണ്ട്. പക്ഷേ രൂപത മാനേജ്മെന്റ് പൂർണ്ണമായും ഇതൊക്കെ തള്ളുകയാണ്. ഇത്തരത്തിൽ നിരവധി അധ്യാപകരാണ് ഈ സാങ്കേതിക നടപടിക്രമങ്ങളിൽ കുരുങ്ങി സ്ഥിര നിയമനം ലഭിക്കാതെ ബുദ്ധിമുട്ടുന്നത്. ഇത്തരത്തിലുള്ള ആളുകൾക്ക് ഒരു ധനസഹായം രൂപതയുടെ ഭാഗത്തു നിന്നും നൽകുന്നുണ്ട്. ഒപ്പം 1 രൂപ പോലും വാങ്ങാതെയാണ്, ഒരു സംഭാവനയും കൈപ്പറ്റാതെയാണ് നിയമനം നടത്തിയതെന്ന് പറയുകയും ചെയ്യുന്നു. പക്ഷേ ഈ വാദങ്ങളൊക്കെ പൂർണ്ണ അടിസ്ഥാനരഹിതമാണ് എന്നാണ് രാവിലെയും അച്ഛൻ നമ്മോട് സംസാരിച്ചത്. പക്ഷേ ഇതൊക്കെ സർക്കാരിന്റെ നയപരമായ കാര്യമെന്ന് വരുത്തി തീർത്തി തടുതപ്പാനാണ് മാനേജ്മെന്റ് ഈ ഘട്ടത്തിൽ ശ്രമിക്കുന്നത് എന്നും കുടുംബം പറയുന്നുണ്ട്. എന്തായാലും പോസ്റ്റ്മോർട്ടം നടപടികൾ ഇപ്പോൾ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പുരോഗമിക്കുകയാണ്. ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയായിരിക്കുന്നു. അല്പസമയത്തിനകം പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കി മൃതദേഹം കട്ടിപ്പാറയിലേക്ക് കൊണ്ടുപോകും. അനീഷ്, ഈ പ്രവർത്തകരായിട്ടുള്ള അധ്യാപകരുടെ കരുണയിൽ കൂടിയാണ് ഈ കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ അലീന ജീവിച്ചു പോകുന്നത്. ആ തരത്തിലാണ് പിരിച്ചെടുത്ത് വേതനം നൽകിയായിരുന്നു. ഇവരെല്ലാവരും ഇത് സാക്ഷ്യപ്പെടുത്തുന്നുണ്ടോ ഇങ്ങനെയാണ് കാര്യങ്ങൾ സംഭവിച്ചിരുന്നതെന്ന്?
ഇവരൊക്കെ നമ്മൾ ഈ അടുത്ത അയൽപക്കക്കാരുമായും ബന്ധുക്കളുമായും ഈ സഹപ്രവർത്തകരുമൊക്കെ ബന്ധപ്പെടുമ്പോഴും ഇക്കാര്യങ്ങൾ സ്ഥിരീകരിക്കുന്നുണ്ട്. പക്ഷേ ആരും ഈ പരസ്യമായി മൈക്കിന് മുന്നിലോ അല്ലെങ്കിൽ ഒരു പ്രതികരണമായോ ഇത് നൽകാൻ തയ്യാറാവുന്നില്ല എന്നതാണ് ഏറെ ശ്രദ്ധേയമായ വസ്തുത. കാരണം ഇവരൊക്കെ വിശ്വാസികളാണ്, ഈ സഭയുമായി അടുത്ത് പ്രവർത്തിക്കുന്നവരാണ്, ഈ അതിരൂപതയുടെ സ്ഥാപനത്തിൽ തന്നെ ജോലി തുടരുന്ന ആളുകളുമാണ്. അതുകൊണ്ട് പരസ്യമായി ഇക്കാര്യത്തിൽ ഒരു പ്രതികരണം ബുദ്ധിമുട്ടാണ് എന്ന രീതിയിൽ തന്നെയാണ് ഇവരൊക്കെ പറയുന്നത്. പക്ഷേ ഇവർ സ്ഥിരീകരിക്കുന്നു, അങ്ങേയറ്റം ബുദ്ധിമുട്ടിലൂടെയാണ് ഈ ടീച്ചർ കടന്നുപോയത്. കാരണം 5 വർഷമായി കുട്ടികളെ രാവിലെ മുതൽ രാത്രി വരെ പഠിപ്പിക്കുന്നു, സ്കൂളിന്റെ കാര്യങ്ങളിലൊക്കെ വളരെ സജീവമായി പങ്കെടുക്കുന്നു. പക്ഷേ അപ്പോഴും മറ്റ് അധ്യാപകർക്ക് ലഭിക്കുന്ന പോലെ ഒരു ശമ്പളം ലഭിക്കാതിരിക്കുന്നത് നമുക്കറിയാം. ഒരു ജോലി ചെയ്തിട്ട് അതിന് കൃത്യമായി ശമ്പളം ലഭിക്കാതിരുന്നാൽ ഉണ്ടാകുന്ന ബുദ്ധിമുട്ട് അത് 1-2 മാസങ്ങളല്ല 6 വർഷത്തോളം ശമ്പളം ലഭിക്കാതെ വരുമ്പോഴുണ്ടാകുന്ന മാനസിക ബുദ്ധിമുട്ട്, അതും 13 ലക്ഷം രൂപ കഷ്ടപ്പെട്ടുണ്ടാക്കിയ പണം നൽകിയ ശേഷമാണ് ഇത്തരം ഒരു ജോലി സ്ഥിരത ഉണ്ടാവാതിരിക്കുകയും ശമ്പളം ലഭിക്കാതെ വരികയും ചെയ്യുന്ന സാഹചര്യം നമുക്കറിയാം. ഈ സർക്കാർ തലത്തിലും KSRTCയിലൊക്കെ പോലുള്ള ശമ്പളം സ്ഥിരമായി ലഭിക്കാത്ത സാഹചര്യങ്ങളിലൊക്കെ ഉണ്ടാകുന്ന പ്രക്ഷോഭം, അവരുടെ കുടുംബങ്ങൾക്കുണ്ടാകുന്ന മാനസിക ബുദ്ധിമുട്ട്, നിരവധി ആത്മഹത്യകളൊക്കെ ഇത്തരത്തിൽ ഉണ്ടായ ഒരു ഇടം കൂടിയാണ്. അവിടെയാണ് 6 വർഷമായി ഒരു അധ്യാപിക ശമ്പളം ലഭിക്കാതെ മറ്റുള്ളവരുടെ കരുണയിൽ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. എന്തായാലും ഇന്നലെ സ്കൂളിൽ അവർ എത്തിയിരുന്നില്ല. പ്രധാനാധ്യാപകൻ വിളിച്ച് വീട്ടിൽ വിവരം തിരക്കിയപ്പോഴാണ്, കുടുംബമടക്കം പരിശോധന നടത്തിയപ്പോഴാണ് ഇങ്ങനെ തൂങ്ങി മരിച്ച നിലയിൽ അവരുടെ മൃതശരീരം. ഞാൻ തിരികെ എത്താം മനീഷ. ഇന്നാണ് അവിടെ അലിന ബെന്നിയുടെ പോസ്റ്റ്മോർട്ടം നടപടികൾ നടക്കുന്നത്. ഇപ്പോൾ കേരള എയ്ഡഡ് ടീച്ചേഴ്സ് അസോസിയേഷന്റെ ജനറൽ സെക്രട്ടറി AV ഇന്ദുലാൽ നമുക്കൊപ്പം ചേരുന്നു. 5 വർഷത്തിലേറെ ജോലി ചെയ്യുക, ശമ്പളം ആനുകൂല്യങ്ങൾ വാങ്ങിക്കില്ല എന്ന് എഴുതി കൊടുക്കുക, അതിനുശേഷം സ്ഥിര നിയമനം കിട്ടാതെ ഇങ്ങനെ ആത്മഹത്യയിലേക്ക് പോകേണ്ടി വരിക, അസോസിയേഷനൊക്കെ ഈ വിഷയങ്ങൾ അറിയുന്നുണ്ടോ? തീർച്ചയായിട്ടും ആദ്യമേ ഞാൻ കേരള എയ്ഡഡ് ടീച്ചേഴ്സ് അസോസിയേഷൻ ഈ ദാരുണ സംഭവത്തിൽ ഖേദം പ്രകടിപ്പിക്കുന്നു, ഒപ്പം തന്നെ അനുശോചനം രേഖപ്പെടുത്തുന്നു. ഒപ്പം തന്നെ അസോസിയേഷൻ തീർച്ചയായിട്ടും കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് നടത്തിക്കൊണ്ടിരിക്കുന്ന പോരാട്ടങ്ങൾ, സെക്രട്ടേറിയറ്റ് പടിക്കലും വിവിധ ഡെപ്യൂട്ടി ഡയറക്ടർമാരുടെ ഓഫീസിന് മുന്നിലും കഴിഞ്ഞ കുറച്ച് 5 വർഷക്കാലമായി കേരളത്തിലെ നിയമനങ്ങൾ, എയ്ഡഡ് സ്കൂൾ നിയമനങ്ങളിൽ ഭിന്നശേഷി നിയമനത്തിന്റെ പേര് പറഞ്ഞ് തീർച്ചയായിട്ടും നിരവധി അധ്യാപകരുടെ, 10,000-കണക്കിന് അധ്യാപകരുടെ ജോലി സ്ഥിരത ഇല്ലാതാക്കിയിരിക്കുകയാണ്. നിയമന അംഗീകാരം കിട്ടാതെ നിരവധി അധ്യാപകർ കഴിഞ്ഞ മാസവും ഞങ്ങളുടെ കേരള എയ്ഡഡ് ടീച്ചേഴ്സ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ സെക്രട്ടേറിയറ്റ് പടിക്കൽ ഒരു ധർണ ഉണ്ടായിരുന്നു. ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ മന്ത്രിയെയും ബന്ധപ്പെട്ട സെക്രട്ടറിയെയും ഉദ്യോഗസ്ഥരെയും ഒക്കെ തന്നെ ഞങ്ങൾ നിരന്തരം ഈ വിഷയത്തിൽ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴൊക്കെ തന്നെ ഈ വിഷയം കോടതിയിലാണ്, സുപ്രീം കോടതിയിലാണ് അല്ലെങ്കിൽ ഹൈക്കോടതിയിലാണെന്ന് പറഞ്ഞ് ഒഴുക്കം മട്ടിൽ ഗവൺമെന്റ് മാറുന്ന ഒരു സമീപനമാണ് ഉള്ളത്. ഇവിടെ റിപ്പോർട്ട് ചെയ്തതനുസരിച്ച് ഈ മാനേജ്മെന്റിന് തീർച്ചയായിട്ടും ഈ ടീച്ചറിന്റെ മരണത്തിൽ എന്തെങ്കിലും പങ്കുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് അന്വേഷിക്കണം, അതിനെതിരെ ശക്തമായ നടപടി തന്നെ സ്വീകരിക്കണം. അതിനൊന്നും എതിരല്ല. പക്ഷെ ഒരു കാര്യം നമ്മൾ പറയാം, ഇത് ഒറ്റപ്പെട്ട ഒരു സംഭവമല്ല, അലീന ബെന്നിയുടെ മാത്രം ഒരു ജീവിതമല്ല. ഇത് നിരവധി അധ്യാപകർ 2021 ശേഷം 2025 വരെയുള്ള കാലഘട്ടത്തിൽ നിരവധി അധ്യാപകരാണ് കേരളത്തിലെ ഭിന്നശേഷി നിയമനത്തിന്റെ പേരിൽ നിയമന അംഗീകാരം ഇല്ലാതിരിക്കുന്നത്. ഞങ്ങൾ